സർ, ഇന്ത്യൻ അതിർത്തികൾ ശാന്തമാണ്. ജനജീവിതം സാധാരണ നിലയിലേക്ക് വരുന്നു. ഇനി പാകിസ്ഥാൻ പ്രകോപനത്തിന് വരില്ലെന്ന് പ്രതീക്ഷിക്കാമോ? പാകിസ്ഥാൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട വെടിനിർത്തലിന് ഇനി എത്ര ആയുസുണ്ടാകും? നമസ്കാരം. ഇന്ത്യൻ അതിർത്തികൾ ശാന്തമാണ് എന്ന് പറയാറായെന്ന് എനിക്ക് തോന്നുന്നില്ല. വെടി നിർത്തൽ ഉണ്ടായി, ഷെല്ലിംഗ് സ്വല്പം കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇല്ലാതായി. ചില സ്ഥലങ്ങളിൽ നേരത്തെ ഷെല്ലിംഗ് ഉണ്ടായിരുന്നത്തെ ഷെല്ലിംഗ് ഇല്ലാതായി എന്നേ പറയാനൊക്കെയുള്ളൂ. ശാന്തമായെന്ന് പറയാറായിട്ടില്ല. കാരണം പാകിസ്ഥാൻ്റെ മുമ്പോട്ടുള്ള ഫോർവേഡ് അഗ്രഷൻസ് ഒന്നും ഇതുവരെയും നിന്നതായിട്ടും അവരെ ഈ മുമ്പോട്ട് വന്ന, അതായത് ഫോർവേഡ് ഏരിയാസിലേക്ക് വന്ന ട്രൂപ്സ് എല്ലാം തിരിച്ചു പോയി എന്നുള്ളതും നമുക്ക് കൺഫേം ചെയ്യാറായിട്ടില്ല. പത്രങ്ങളിൽ വന്നിട്ടില്ല. എന്താ നടക്കുന്നതെന്ന് എക്സാക്ട്ലി സർവീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ, അതായത് അല്ലെങ്കിൽ CDSൻ്റെ ഓഫീസിലെ അറിയാനൊക്കെ ഉള്ളൂ. നമുക്ക് വെളിയിൽ അറിയാൻ പാടില്ലാത്ത കാരണം നമ്മൾ ശാന്തമായെന്ന് പറഞ്ഞാൽ വെടിനിർത്തൽ ഉണ്ടായെന്നും ഷെല്ലിംഗ് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമേ നമുക്ക് പറയാനൊക്കുള്ളൂ. അപ്പം ജീവിതം പഴയ പോലെ ആയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഓണസ്റ്റ്ലി. എന്നുവെച്ചാൽ ജീവിതം പഴയ പോലെ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പം പൂഞ്ച് അല്ലെങ്കിൽ രജോറി അല്ലെങ്കിൽ ഉറിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ അതിർത്തി രേഖയുടെ നിയന്ത്രണരേഖയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് വീടുകളിൽ പോയി കൃഷിയോ കന്നുകാലികളെ നോക്കുവോ ബാക്കി നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറായോ എന്ന് ഇപ്പോഴും എനിക്കറിയില്ല, ഓണസ്റ്റ്ലി. എൻ്റെ ഒന്നും റിപ്പോർട്ട്സ് ആരും മീഡിയയിൽ നിന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പോയാൽ അറിയില്ല. ഞാൻ ആക്ച്വലി അവിടെ ആൾക്കാരെ വിളിച്ച് ഞങ്ങൾ അത് ചെയ്യേണ്ട ആവശ്യം എനിക്ക് തോന്നിയിട്ടുമില്ല. കുറേ കാലം ഈ ഷെല്ലിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ആൾക്കാർ മിക്കവാറും അവിടേക്ക് സുരക്ഷയ്ക്കായിട്ടുണ്ടാക്കിയ ബങ്കറുകളിലേക്ക് അവർ മാറിയിരുന്നു. വീടുകളിൽ തിരിച്ചെത്തിയോ എന്നുള്ള കാര്യം കൺഫേം ആയിട്ടില്ല. ഈ പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങിച്ചത് എന്ന് പറയുന്ന ഈ വെടിനിർത്തൽ കരാറിൽ ആയുസ് എത്രയുണ്ടെന്നുള്ള കാര്യം അറിയില്ല. ബിക്കോസ് ഉദ്ദേശം പഹൽഗാമിൽ ചെയ്തതിൻ്റെയും അത് കഴിഞ്ഞ് വെടിനിർത്തൽ ആഗ്രഹിച്ചതിൻ്റെയും ഉദ്ദേശം പാകിസ്ഥാൻ ആർമിയുടെ നിലനിൽപ്പാണ്, പാകിസ്ഥാൻ ആർമിയുടെ ഡെവലപ്മെൻ്റാണ്, പാകിസ്ഥാൻ ആർമിയുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പാകിസ്ഥാനായിട്ടൊന്നും ഈ രാജ്യം അല്ലെങ്കിൽ സിവിലിയൻ പോപ്പുലേഷനായിട്ട് ഇത് ബന്ധമില്ല, ആർമിയായിട്ടാണ് ബന്ധം. സർ, ബ്രഹ്മോസ് ആണോ പാകിസ്ഥാന് തിരിച്ചടി നൽകിയതിൽ നിർണായകമായത്? പാകിസ്ഥാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നാശനഷ്ടം ഉണ്ടായോ അവർക്ക്? ബ്രഹ്മോസ് ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അത് ആർമി നമ്മൾ ലോങ് റേഞ്ച് ബോംബിടുമ്പോഴും പ്ലെയിനിൽ പണ്ട് കാലം പോലെ ബോംബിടുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോഴും അതിന് ഒരു ടാർഗറ്റ് ഡാമേജ് അസസ്മെൻറ്റ് നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റിൽ എത്ര ഡാമേജ് ഉണ്ടായെന്നും അതിൽ നമ്മൾ ഉദ്ദേശിച്ചതിന് ഡാമേജ് വന്നോ എന്നുള്ള കാര്യം അസസ് ചെയ്യുന്നതായിട്ട് ഒരു ചെറിയ സ്പെഷ്യലിസ്റ്റ് ഇടപാടാണത്. പല ഇൻപുട്സും വെച്ചിട്ട് അത് കമ്പയർ ചെയ്തിട്ടാണ് അവർ ഉണ്ടായോ, നമ്മൾ ആഗ്രഹിച്ചത്രയും ഡിസ്ട്രക്ഷൻ ഉണ്ടായോ, നമ്മൾ ആഗ്രഹിച്ചത്രയും ഇത് നശിച്ചോ, അതായത് നമ്മളൊരു എന്തെങ്കിലും ഒരു ടാർഗറ്റ് പൂർണ്ണമായും നശിപ്പിക്കുകയാണ് ഉദ്ദേശമെങ്കിൽ ആ പൂർണ്ണമായും നശിച്ചോ, പിന്നെയും തലപൊക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം അതിനൊരു ബോംബ് ഡാമേജ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ ടാർഗറ്റിലെ ഡാമേജ് അസസ്മെൻറ്റ് എന്നുള്ളൊരു സ്പെഷ്യാലിറ്റിയാണ്. അത് സാധാരണഗതിക്ക് നോൺ പ്രൊഫഷണൽ നോൺ മിലിറ്ററി അല്ലാത്ത സർക്കിൾസിലേക്ക് ഈ അസസ്മെൻറ്റ് കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ബ്രഹ്മോസ് ആണോ ചെയ്തതെന്ന് ചോദിച്ചാൽ അറിയില്ല, എനിക്കറിയില്ല. പക്ഷേ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചതിൽ നിന്നും വളരെ കൂടുതൽ അവർക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പത്രങ്ങളിൽ തന്നെയും പാകിസ്ഥാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ തന്നെയും പാകിസ്ഥാൻ പൊളിറ്റീഷ്യൻസ്, അതായത് മിലിറ്ററിക്കാരല്ലാത്തവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ നോക്കും. പാകിസ്ഥാൻ മിലിറ്ററി ഇപ്പോഴും അവരാണ് ജയിച്ചതെന്നാണ് പറയുന്നത്, അവരാണ് ഇന്ത്യ തോൽപ്പിച്ചതെന്നും ഇന്ത്യ മുട്ടുകുത്തിയാണ് കരഞ്ഞു വിളിച്ചാണ് ഈ വെടിനിർത്തൽ കരാറിന് ചോദിച്ചതെന്നൊക്കെയാണ് അവർ പറയുന്നത്. മിലിറ്ററി നമുക്ക് സ്വല്പ നേരത്തേക്ക് അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാതിരിക്കുക. ബാക്കി തെരുവിലെ ആളും തെരുവിലെ മനുഷ്യരും രാഷ്ട്രീയക്കാരനും ബ്യൂറോക്രാറ്റ്സും ഈ സീസ്ഫയർ നെഗോഷിയേറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരും മിലിറ്ററിയിലുള്ളവർ തന്നെ ഈ നെഗോഷിയേറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരും പറയുന്നത് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതൽ ഡാമേജ് അവർ ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും ഉണ്ടായേക്കാം. അതായത് അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് അവരുടെ
കുറഞ്ഞു വരുന്നു ഇല്ല അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു അസസ്മെന്റ് വെച്ചിട്ടാണ് അവർ വെടിനിർത്തൽ കരാർ ചോദിച്ചതും അംഗീകരിച്ചതും. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. പാകിസ്ഥാൻ വെടിയുതിർത്താൽ കൂടുതൽ ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. അപ്പോൾ ഇനി ഇന്ത്യയോട് കോർക്കാൻ പാകിസ്ഥാൻ പേടി കാണും. ഇന്ത്യയോട് കോർക്കുന്നതാരാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയോട് കോർക്കുന്നത് പാകിസ്ഥാന്റെ സൈന്യമല്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. പാകിസ്ഥാന്റെ സൈന്യം ചെയ്തത് മുഴുവൻ ട്രെയിൻ ചെയ്ത ഭീകരവാദികളെ അവർ സെലക്ട് ചെയ്ത് അവർ ട്രെയിൻ ചെയ്ത് അവർ റിസോഴ്സസ് കൊടുക്കുന്ന ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് അയച്ച് ഇന്ത്യയിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ഞങ്ങൾ പാകിസ്ഥാൻ സൈന്യമാണ്, ഞങ്ങൾ ഇതൊന്നും ചെയ്യുകയില്ല, ഞങ്ങൾ ഇതുമായിട്ട് ബന്ധമേ ഇല്ല എന്ന് പറയുകയാണ് ഇതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. നാശനഷ്ടങ്ങൾ സംഭവിച്ചത് കുറെ വിമാനത്താവളങ്ങളിലും അങ്ങനെയുള്ളത് വന്നപ്പോഴാണ് അവരുടെ, അതായത് സൈനികരുടെ സൈറ്റ്സിൽ നാശനഷ്ടങ്ങൾ വന്നു കഴിയുമ്പോഴാണ് സീസ് ഫയറിനും വെടിനിർത്തലിനൊക്കെ അവർ ശ്രമിക്കുന്നത്. അതുവരെ ആരും ചോദിച്ചില്ലല്ലോ. പലയിടത്തും ബോംബിംഗ് നടത്തി, പലയിടത്തും നാശനഷ്ടങ്ങളുണ്ടായി. അവർ പ്രതീക്ഷിച്ചതിൽ നിന്ന് വളരെ കൂടുതൽ പലയിടത്തിൽ നാശനഷ്ടങ്ങളുണ്ടായി. അത് കൊണ്ടല്ല ഈ വെടിനിർത്തൽ കരാറിനുള്ള അഭ്യർത്ഥന വന്നത്. ആ അഭ്യർത്ഥന ബേസിക്കലി ഇവരുടെ അസറ്റ്സ്, സൈനികരുടെ ഇനിയും മുമ്പോട്ട് പോകാനുള്ള കഴിവ് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഇന്ത്യൻ ആം ഫോഴ്സസ് ചെയ്തു. അത് കഴിഞ്ഞാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് പാകിസ്ഥാൻ ഭയപ്പെടുമെന്ന് ചോദിച്ചാൽ പാകിസ്ഥാന്റെ ജനത ഭയപ്പെടുമായിരിക്കും. കാരണം ലാഹോറിലെ മെയിൻ മാർക്കറ്റ് അല്ലെങ്കിൽ മെയിൻ ഏരിയാസുകളുടെ പലതും ഈ ബോംബാക്രമണങ്ങളിലും മിസൈൽ ആക്രമണങ്ങളിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതിൽ. ആൻഡ് ലാഹോർ എന്ന് പറയുന്നത് ഒരു സമയത്ത് പാകിസ്ഥാന്റെ പാരീസ് എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. വിദ്യാഭ്യാസ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നു, കോളേജുകൾ, യൂണിവേഴ്സിറ്റീസിലൊക്കെ ഉണ്ടായിരുന്നു. സാംസ്കാരിക വർഗം എല്ലാം നിന്നിരുന്ന ഒരു ത്രോബിങ് ആയിട്ടുള്ളൊരു സിറ്റി ആയിരുന്നു അത്. ഒരുപാട് നാശനഷ്ടങ്ങൾ അതിന് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇമേജസ് ഒക്കെ ഇപ്പോഴും പാകിസ്ഥാൻ TV തന്നെ പലയിടത്തും വിടുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ കാണുകയും ചെയ്യാം. അത് തീർച്ചയായിട്ടും ഇപ്പോൾ നടന്നതെന്നുള്ള കാര്യം അവർ സിവിലിയൻസ്, അതായത് പാകിസ്ഥാൻ സിവിലിയൻസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ സിവിലിയൻസിന് പേടിയുണ്ടാവും. പക്ഷെ പാകിസ്ഥാൻ സിവിലിയൻസ് അല്ല, ഇൻക്ലൂഡിങ് അവരുടെ രാഷ്ട്രീയക്കാർക്ക് പോലും ആർമിയെ എതിർക്കാനോ ആർമി ചെയ്യുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് പറയാനോ ഉള്ള അവർക്കൊരു സ്വാതന്ത്ര്യമില്ല, അല്ലെ അവർക്ക് ചെയ്യാനത് പേടിയാണ്. രണ്ടും നടക്കുന്നില്ല. അതുകൊണ്ട് ആർമിയെ വിലക്കാൻ ആരും ആയിട്ടില്ല എന്നാണ് ഇപ്പോഴും ഉള്ള എൻ്റെ നിഗമനം. ആർമിയെ വിലക്കാനാകുമ്പോൾ പാകിസ്ഥാൻ ഒന്ന് സൂക്ഷിക്കും. അല്ലെങ്കിൽ ആർമിക്ക് നഷ്ടമൊന്നുമില്ല, ആർമിക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. അവരുടെ കാര്യമായിട്ട് നഷ്ടം കുറേ ജവാന്മാർ, തീർച്ചയായിട്ടും കുറേ സോൾജേഴ്സ്, കുറേ ആരെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് പാകിസ്ഥാന്റെ ലീഡർഷിപ്പ്, പാകിസ്ഥാന്റെ ആർമിയുടെ നേതൃത്വത്തിന് അതൊന്നും വലിയ വ്യത്യാസം ഉണ്ടാക്കിയിട്ടില്ല, ഇനിയൊന്നും ഉണ്ടാക്കില്ല. ആഫ്റ്റർ ഓൾ 71 യുദ്ധം കഴിഞ്ഞപ്പോൾ 100,000 POWs ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. അതിനെപ്പറ്റി ആൾക്കാർക്ക് ഒരു സങ്കടമില്ലായിരുന്നല്ലോ.